എങ്ങനെയാണ് ഒരു ഡിസൈനർ ഡ്രസ്സ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രോസസ്സ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ എന്നും വേണമെങ്കിൽ പറയാം. ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഒരു ഷർട്ടിൻ്റെ മെറ്റീരിയലാണ്. കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അത്. ഐസ് ബ്ലൂ കളറാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ബോഡീസ് പാറ്റേൺ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതങ്ങ് വെച്ച് കട്ട് ചെയ്താൽ മതി. ഞാനൊരു പാറ്റേൺ മനസ്സിലിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യണത് ഒരു ഡ്രോയിങ് ആണ് കേട്ടോ. എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കുറച്ച് കാര്യമായിട്ട് തന്നെ ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു പ്രോസസ്സിലൂടെയാണ് നമ്മളൊരു ഡ്രസ്സ് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇപ്പോൾ വരച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും, ഇങ്ങനെ ഇങ്ങനെ ഇന്ന പോലെ എന്നുള്ളത്. പക്ഷേ ഓൺ ദ വേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ വേരിയേഷൻസ് വരുത്തുകയും ചെയ്യും കേട്ടോ. അതിപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവില്ലല്ലോ. അതുകൊണ്ട് ഞാനതിനെ സ്കെച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ സ്ലീവ് ആയിട്ടുള്ള ലൈൻ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കേട്ടോ. ഫ്രണ്ടിലൊരു ബോക്സ് പ്ലേറ്റ് ഒക്കെ കൊടുത്ത് പിന്നെ ഒരു ഡിസൈൻ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ആ ഒരു റെഫറൻസ് അതേപോലെയല്ല, പക്ഷേ ആ ഒരു കളർ കോമ്പിനേഷനും ഏറെക്കുറെ ആ ഒരു ഡിസൈനുമാണ് നെക്കിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏകദേശം സ്കെച്ചാണ് ഞാനിവിടെ ഓപ്പൺ വരച്ചിട്ടുള്ളതല്ല, അത് ബോക്സ് പ്ലേറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ബോക്സ് പ്ലേറ്റ് വരുമ്പോൾ സെൻറ്ററിൽ ഇങ്ങനെ കുറച്ച് സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുമല്ലോ, അതാണ് ഞാൻ വരച്ച് കാണിക്കാനായിട്ട് ശ്രമിക്കണത് കേട്ടോ. നമ്മളെപ്പോഴും ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഇലുസ്ട്രേഷൻ ആദ്യം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും കേട്ടോ. ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. പിന്നെ എൻ്റെ റിക്വയർമെൻറ്റ്സ് ഞാൻ അവിടെ എഴുതി വയ്ക്കുകയാണ്. എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്, നെക്ക് എങ്ങനെയാണ്, സ്ലീവ് എങ്ങനെയാണ്, പാറ്റേൺ എങ്ങനെയാണ്, ലെങ്ത് എത്രയാണ്, അതൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് സ്കെച്ച് ചെയ്തെടുക്കാം. സ്കെച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, എങ്ങനെ ഇരിക്കും നമ്മൾ ഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ കാണാൻ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒരു നല്ലൊരു ഐഡിയ കിട്ടും കേട്ടോ. അങ്ങനെ ഞാനതിന് മുന്നേ ഒരു വർക്ക് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സ്കെച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ക്ലിപ്പ് എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. എന്തായാലും ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാണ്. അത് നമുക്ക് ആ ഒരു റെഫറൻസ് പിക്ക് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തതാണ്. ഞാൻ സൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ അതെനിക്ക് വരയ്ക്കാൻ പാകത്തിനൊന്ന് കൺവേർട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് പെർപ്ലെക്സിറ്റിയിൽ കൊണ്ടിട്ടിട്ട് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, എനിക്ക് ഇതൊന്ന് ഔട്ട്ലൈൻ സ്കെച്ച് ആക്കി തരൂ എന്നുള്ളത് കേട്ടോ. പക്ഷേ ഞാൻ എത്ര വലിയ കഥ എഴുതി കൊടുത്തിട്ടൊന്നും അവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായൊന്നുമില്ല. ആദ്യം എനിക്കൊരു പെയിൻറ്റിങ് പോലത്തെ ആദ്യം എനിക്ക് വെരി സെയിം ഇമേജ് തന്നെയാണ് തന്നത് കേട്ടോ. അതിന് ശേഷം എനിക്കൊരു പെയിൻറ്റിങ് പോലത്തെ ഒരു ഇമേജ് കിട്ടി. അതിന് ശേഷം വീണ്ടും ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിട്ടാണ് എനിക്ക് ആ ഒരു ഇപ്പോൾ ഈ കാണുന്ന ഒരു ഔട്ട്ലൈൻ ഇമേജ് കിട്ടിയത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ വരച്ച ഒരു ഡ്രോയിങ്ങിലേക്ക് ആ ഒരു ഡിസൈൻ ഒന്ന് പറ്റുന്ന പോലെ ഒന്ന് സ്കെച്ച് ചെയ്ത് വെച്ചു. ഇനി തുണി എടുക്കുകയാണ് കേട്ടോ. ലൈനായിട്ടാണ് വെട്ടുന്നത് എന്നുള്ളത് പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാനിത് രണ്ടും സെപ്പറേറ്റ് ഇട്ടിട്ടാണ്, അതായത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യണത്. സോ ദാറ്റ് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഒരു ബോക്സ് പ്ലേറ്റ് കൊടുക്കേണ്ടത് കൊണ്ട് കേട്ടോ. അപ്പോൾ ആ ബോക്സ് പ്ലേറ്റ് കൊടുക്കാനായിട്ട് ഞാനൊരു 3 ഇഞ്ചിൽ വീതിയിലും താഴേക്കൊരു 12 ഇഞ്ച് ലെങ്ത്തിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. അത് റോങ് സൈഡ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. റോങ് സൈഡിലാണ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് നിവർത്തി വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇതിൽ വലിയ പാറ്റേൺ ഒന്നുമില്ല, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ റോങ് സൈഡിൽ ഒരു 3 ഇഞ്ച് വീതിയും 11 ഇഞ്ച് ലെങ്ത്തും പിടിച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് അതിനെ വെച്ച് നിവർത്തി തേച്ച് ഇതാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ഫ്രണ്ട് ബോഡി കട്ട് ചെയ്തെടുക്കുകയാണ്. നേരത്തെ നമ്മൾ ബാക്ക് ബോഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഫ്രണ്ട് ബോഡി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിൽ അളവുകളൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അളവിന് നിങ്ങൾ എങ്ങനെയാണോ ഒരു അലൈൻ ചെയ്യുക അതേപോലെ ചെയ്യുക കേട്ടോ. നെക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് നെക്ക്, സ്ലീവ്, ബാക്ക് നെക്ക് എല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാനത് വളരെ ചെറിയ നെക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാനതൊരു കുറച്ചും കൂടെ ഇറക്കത്തിലുള്ള ഒരു നെക്ക് കൊടുത്തു കേട്ടോ. ഒരു 3 ഇഞ്ച് ഇറക്കത്തിലുള്ള ബാക്ക് നെക്ക് കൊടുത്തു. സ്ലീവ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാതും ഒന്ന് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സ്ലോ ആയിട്ട് കാണിക്കാനായിട്ടുള്ള സംഗതികൾ പ്രത്യേകമായിട്ടൊന്നുമില്ല, ഒരു നെക്കടിച്ച് മറിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ് ഞാനത് ഇട്ടിട്ട് അതെങ്ങനെ ഉണ്ടെന്നൊന്ന് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വരച്ച് വെച്ച ആ ഒരു പാറ്റേണിലേക്ക് എൻ്റെ ഡ്രസ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ. നമുക്കിത് അയൺ ചെയ്ത് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇതിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട്. ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ.
നെക്കിൻ്റെ പോർഷൻ മാത്രം നമുക്ക് അങ്ങനെ കിട്ടിയാൽ മതി. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇത് തയ്ച്ച് കഴിഞ്ഞ ഡ്രസ്സായതുകൊണ്ട് നമുക്ക് ഒരു ഫുൾ നെക്ക് വരച്ചിട്ട് അതങ്ങനെ തുണിയിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് നമ്മൾ വരച്ച ഒരു നമ്മൾ റെഫറൻസ് എടുത്ത ഒരു ഇമേജ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഒരു സൈഡിൽ വരുന്ന പോലെ അതിൽ ആ പടത്തിൽ നോക്കിയിട്ട് ഒന്ന് വരച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആദ്യം ഒരു റഫായിട്ടുള്ള സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ തെളിയിച്ച് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ള നെക്കിൻ്റെ ഷേപ്പും നമ്മുടെ റെഫറൻസിലുള്ള ഷേപ്പും വേറെയാണ് കേട്ടോ. റെഫറൻസിലത്തെ ഒരു റൗണ്ട് നെക്കായിരുന്നു, ഞാനിപ്പോൾ ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കതിൻ്റെ താഴത്തേക്ക് ആ ഒരു ബോക്സ് പ്ലീറ്റ് എൻഡ് ചെയ്യണോടത്തേക്കും കൂടെ ഈ ഒരു ഡിസൈൻ വരണം, അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ കിനാശേരി. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ പേപ്പർ എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ അത് വേണ്ടത് സ്റ്റിച്ച് ചെയ്ത് പോകുന്നതല്ലേ, കറക്റ്റായിട്ട് വരച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തുണിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ പേപ്പർ എടുത്ത് വരച്ച് അങ്ങനെ ട്രേസ് ചെയ്യാം. ഇതിപ്പോൾ 2 സൈഡിലും ഒരേപോലെ വരണതുകൊണ്ട് സിമ്മെട്രി നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നിവൃത്തിയുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ട്രേസ് എടുക്കാൻ ഭയങ്കര മടിയാണ്. കാരണം ഈ പേപ്പർ A4 പേപ്പറിൽ വരച്ചതുകൊണ്ട് 2 പ്രാവശ്യം ഇതിൻ്റെ മീതെ കൂടെ വരയ്ക്കുമ്പോഴത്തേക്കും ആ പേപ്പർ കീറി പോകും കേട്ടോ. ഞാൻ ഒരു യെല്ലോ ഷെയ്ഡ് കാർബൺ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ഷെയ്ഡ് ബ്ലൂ ഒന്നും എടുക്കണ്ട, തുണിയിലാകെ എന്താ പറയുക ഭംഗിയാവും. നമ്മൾ അലക്കുമ്പോൾ അത് പോവും, എന്നാലും ആകെ വൃത്തികേടാവും കേട്ടോ. ഞാൻ ഇങ്ങനെ പൊക്കി നോക്കുന്നത് ഞാൻ വരയ്ക്കണത് പതിയണില്ലേന്നാണ് കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ വരച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് എന്തായാലും വരച്ച് അവസാനിപ്പിച്ചിട്ട് പിന്നെ ഞാൻ ഹീറ്റ് ഇറേസബിൾ റീഫിൽ വെച്ച് ഒന്നും കൂടിയും വരയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിത് വരച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണുന്നുണ്ട്, പക്ഷേ ക്യാമറയിലോട്ട് ഒന്നും കാണുന്നില്ല കേട്ടോ. കണ്ടോ, അതവിടെ ഉണ്ട്, പക്ഷേ ചില ഭാഗത്തൊന്നും പതിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും ഒന്ന് തെളിച്ച് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളൊരു 3-4 പ്രാവശ്യം ഇതിൻ്റെ മീതെ കൂടെ പെൻസിൽ സ്ട്രോക്സ് കൊടുക്കുമ്പോഴത്തേക്കും അത് കീറി പോരും കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഇപ്പുറത്തെ സൈഡിലേക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഡിസൈന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് സിമെട്രിക്കലി കറക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ 2 സൈഡിലും വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പേപ്പർ കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ പേപ്പർ കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിൽ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫോണിൽ തന്നെ ആ ഇമേജിനെ ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ മീതെ നമുക്ക് തുണി വെച്ചിട്ടോ പേപ്പർ വെച്ചിട്ടൊക്കെ വരച്ചെടുക്കാനൊക്കെ പറ്റും. ആ ഒരു സൈസേ ഉള്ളൂ വെച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ സൂം ചെയ്ത് കൊടുത്തിട്ടൊക്കെ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാനിത് അപ്പോൾ റീഫിൽ വെച്ചിട്ട് ഹീറ്റ് ഇറേസബിൾ റീഫിൽ വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പാകത്തിന് ഒന്നും കൂടെ അതിൻ്റെ മീതെ കൂടെ വരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് വരച്ചെടുത്തപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കളറിങ് പ്രോസസ്സ് വോയിസ് കൊടുത്ത് വരുമ്പോഴേക്കും ശബ്ദം കിതപ്പ് വരുന്നു. ഓക്കെ, 3 ബ്ലൂ കളറാണ് നമ്മുടെ റെഫറൻസ് പിക്കിൽ ഉള്ളത്. ആ പിക്ക് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ, ഇടയ്ക്കിടയ്ക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. കളറുകൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഒരു റെഫറൻസ് എടുത്താലും അത് അങ്ങനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അതിൽ നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ അങ്ങ് ചെയ്യുക ചെയ്യണം കേട്ടോ. അതായത് ഒരു ഇൻസ്പിറേഷൻ എടുക്കുകയാണ്, നമ്മൾ റെപ്ലിക്ക അല്ല ചെയ്യണത് കേട്ടോ. അപ്പോൾ 3 ഷെയ്ഡിലുള്ള ബ്ലൂ കളർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പേസ്റ്റൽ അക്രിലിക് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നല്ല ഏറ്റവും ലൈറ്റായിട്ടുള്ള ബ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഉണ്ടായിരുന്നത്. ആ ഡാർക്ക് ബ്ലൂവും മറ്റേ ലൈറ്റ് ബ്ലൂവും കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു മിഡിലിൽ വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ഷെയ്ഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാന്നുള്ളതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. നമ്മൾ ആ ഒരു റെഫറൻസിൽ കണ്ട പോലെ ഡാർക്ക് ബ്ലൂ, പിന്നെ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ബ്ലൂ, ലൈറ്റ് ബ്ലൂ എന്നുള്ള രീതിക്ക് അങ്ങനെ ഷെയ്ഡ് ചെയ്ത് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് നമ്മുടെ യുക്തി പോലെ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതിനങ്ങനെയൊന്നും നിർബന്ധമില്ല. ഞാനിപ്പോൾ ബ്രഷിൽ ആദ്യം ഈ ഒരു കളർ എടുത്തത് കൊണ്ട് ആ കളർ എവിടെയൊക്കെ വേണോ അത് ആദ്യം തന്നെ ഫില്ല് ചെയ്തതിന് ശേഷം അടുത്ത കളറിലേക്ക് പോവുകയാണ് കേട്ടോ. എനിക്ക് 2-3 ബ്രഷ് അറ്റ് എ ടൈം എടുക്കാനും ഒക്കെ മടി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സെൻറ്ററിൽ ജസ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒരു ഡിഫൈൻഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ 3/4 ഭാഗം പണികൾ കഴിഞ്ഞു കേട്ടോ. ഇനിയുള്ളത് നമുക്കിതിലൊരു ത്രെഡ് വർക്ക് കൊടുക്കണം, ഒരു സീക്വൻസിൻ്റെ ഒരു ഡീറ്റെയിൽ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ കുറേ ദിവസം ഞാനിത് വെച്ചിരുന്നിട്ടാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ ആ ഫസ്റ്റത്തെ വ്ളോഗ് ഇട്ടപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട്.
ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയത്. കാരണം ഇത് എൻ്റെ ഡ്രസ്സായതുകൊണ്ട് അത്ര തിരക്കില്ലല്ലോ എന്നുള്ള രീതിക്കാണ്. നമ്മൾ ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ അത് കറക്റ്റ് ടൈം ബൗണ്ടായിട്ട് തന്നെ തീരും. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു എമർജൻസി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നേരം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് വർക്ക് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങനെ സമയം കിട്ടുമ്പോൾ എന്നുള്ള രീതിക്കാണ് കേട്ടോ ഇത് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ ഞാനൊരു ക്രീം ഷെയ്ഡ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്തു. പിന്നെ ഞാനത് ഉപേക്ഷിച്ചു കേട്ടോ. അത് വെറുതെ ചാളകൊളാവുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട വെച്ചിട്ട് ഞാൻ ഒഴിവാക്കി കേട്ടോ. ഇനി നെക്സ്റ്റ് ഉള്ളത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ്. അപ്പം ഞാൻ ആ വരച്ച ഒരു പെയിൻറ്റിങ്ങിന് ചുറ്റും വൈറ്റ് ത്രെഡ്, കോട്ടൺ ത്രെഡ് 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് ഇങ്ങനെ ഓടിച്ച് പോവുക. റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ ഓടിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു ഹാഫ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സീക്വൻസ് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും വേണം. അങ്ങനെയാണ് നമ്മുടെ റെഫറൻസിൽ ഉള്ള ഒരു ഡിസൈൻ. അത്രയ്ക്ക് സിമിലർ ആയിട്ടല്ല, പക്ഷേ ഈ ഒരു ഡിസൈനിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു തിളക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ലതാണ്. അപ്പോൾ അത് റെയിൻബോ സീക്വൻസ് ആണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വൈറ്റ് കോട്ടൺ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോർമലി 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് വരിക. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 സ്ട്രാൻഡ്സ് എടുക്കണുള്ളൂ. അതായത് ഒരു കനം കുറഞ്ഞൊരു റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങിന് ചുറ്റും ഇങ്ങനെ ഓടിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ മാത്രം എപ്പോഴും ത്രെഡ് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. വളരെ ലോങ് ആയിട്ട് ത്രെഡ് കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടൊന്ന് ഹാൻഡിൽ ചെയ്യാൻ കഷ്ടപ്പാടാണ്. അതിന് പുറമെ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ വലിക്കുമ്പോൾ ആ ഒരു ത്രെഡിൻ്റെ ഒരു സ്മൂത്ത് ഫിനിഷ് ഉണ്ടല്ലോ അത് കുറയും കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലെങ്തിൽ മാത്രം ത്രെഡ് എടുക്കുക. ഒരുപാട് ലെങ്തിൽ എടുത്തിട്ട് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതൊന്നും കാണിക്കാൻ മാത്രമുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ഇല്ല. വെറുതെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ കാന്ത സ്റ്റിച്ചൊക്കെ ചെയ്യില്ലേ, അതേപോലെ ആ ഒരു വരച്ച ഇമേജിന് ചുറ്റും, വരച്ച പടത്തിന് ചുറ്റും ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് ഓടിച്ചിട്ട് തുന്നുക കേട്ടോ. നമ്മൾ കാന്ത സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു പാറ്റേണിലാണ്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സീക്വൻസ് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സീക്വൻസ് റെയിൻബോ സീക്വൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ത്രൂ ഔട്ട് ദ പടം തുന്നല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച്, അതായത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു തിളക്കം വേണം. നിറച്ചും തുന്നി കഴിഞ്ഞാൽ അത് അഭംഗിയാവും എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് തുന്നി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എത്രത്തോളം ഭംഗിയിൽ ഇത് കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മൊത്തം ഇത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ ഡേത്തെ പണിയാണ് കേട്ടോ ഈ ത്രെഡ് വർക്കും ഈ സീക്വൻസ് വർക്കും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഫൈനലി നമ്മുടെ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ വിചാരിച്ച പോലെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ നോക്കിയിട്ട് പറയാം, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ ആ വരച്ചുണ്ടാക്കിയ ഒരു ഇമേജും ഞാനിപ്പോൾ ഇട്ടിട്ട് കാണുന്നതും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം ഉണ്ടോ എന്നുള്ളത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.